ശ്രീ അരുൺ മോഹനിലേക്ക് പോകാം. ശ്രീ അരുൺ മോഹൻ, ഇവിടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നിലനിൽക്കുന്നത്, സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് LDF ഇപ്പോൾ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ UDF ആണ് ഭരണത്തിലെങ്കിൽ ഈ സംഭവം എങ്ങനെയാകുമായിരുന്നു? അപ്പോൾ ഈ രാഷ്ട്രീയമൊക്കെ കടന്നു വരും. അപ്പോൾ ഈ നാട് ചിലപ്പോൾ നിശ്ചലമാകും. ഇവിടെ പല ബസ്സുകളുടെയും ചില്ല് തകരും, പല ഓഫീസുകളും അടഞ്ഞു കിടക്കേണ്ടി വരും, പല അക്രമ സംഭവങ്ങളും തീവെപ്പും എല്ലാം നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമാകാം. തുടർഭരണം നടക്കുമ്പോൾ ഇതൊന്നും പാടില്ല എന്നാണോ അരുൺ മോഹൻ? തീർച്ചയായിട്ടും അത് ഞാൻ അതിനാണ് ആദ്യം സൂചിപ്പിച്ചത്. ഈ എന്ത് വിഷയങ്ങളിലും ഒരു രാഷ്ട്രീയ കണ്ണോടുകൂടി മാത്രം അതിനെ കാണുകയും അത്തരത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ LDF അധികാരത്തിലിരിക്കുന്നു, UDF അധികാരത്തിലിരിക്കുന്നു, BJP വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. രാഷ്ട്രീയത്തിലൊക്കെ അതീതമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നടപടി സ്വീകരിക്കാതിരിക്കുന്ന 1000 സംഭവങ്ങൾ, അദ്ദേഹം ഒറ്റപ്പെട്ട സംഭവം അല്പം മുമ്പ് പറഞ്ഞു, 1000 സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിത്തരാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ SFIയുടെ ചുമതലപ്പെട്ടവർ പ്രതികളായതുകൊണ്ടാണോ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്, പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിന് സംഭവിച്ചത്? ഇതിനൊക്കെ പ്രതിസ്ഥാനത്താരാണ് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായി കയറി വന്നാൽ അത് ബാധിക്കുന്നത്, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 80% കേസിലും, ഈ വിഷയത്തിൽ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മറ്റേത് FIR എടുത്തിട്ടുള്ളതാണ്, അവർ ചുമതലപ്പെട്ടവരായിരുന്നു എന്നുള്ളത് ഈ കുട്ടികളുടെ, ഈ മരണപ്പെട്ട കുട്ടികളുടെ, ആക്രമിക്കപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തന്നെ FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. SFI ആക്ടിവിസ്റ്റുകൾ റാഗ് ചെയ്ത കേസ് ഒരു 10-12 കേസുകൾ ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായി, ഈ 3 ജില്ലകളിൽ മാത്രമായി ഒരു 10-12 കേസ് കഴിഞ്ഞ ഒറ്റ വർഷക്കാലത്തിനുള്ളിൽ വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ടതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേശമന്യേ, അതായത് സംശയത്തിന് ഒരിടയും കൊടുക്കാത്തത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നേരിട്ട് പറയും. UGC ആന്റി റാങ്കിങ് സെൽ എന്നൊരു സെക്ഷൻ ഉണ്ട്. UGC ആന്റി റാങ്കിങ് സെല്ലിലേക്ക് ഒരു ക്യാമ്പസിൽ നിന്നൊരു പരാതി ലഭിക്കണമെങ്കിൽ മാനേജ്മെന്റിന്റെ അറിവോടുകൂടി, പ്രിൻസിപ്പലിന്റെ അറിവോടുകൂടി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഒരു കുട്ടി നേരിട്ട് ഞാൻ റാഗ് ചെയ്യപ്പെട്ടു എന്ന് UGC ആന്റി റാങ്കിങ് സെല്ലിന് നേരിട്ട് പരാതി കൊടുക്കുന്നത് വളരെ എന്താ പറയാ, അങ്ങനെ കാണാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കേസുകളിലെല്ലാം നേരിട്ട് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നേരിട്ട നടപടിയിൽ ക്യാമ്പസിൽ നിന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല, പോലീസിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ നേരിട്ട് മേലയക്കാണ് അവർക്ക്. കേരളത്തിൽ ഞാനിതിന്റെ ഒരു ഡിഫറൻഷിയേറ്റ് പാർട്ട് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ ഇതിനെ ഒന്ന് മുഴുവൻ വിശകലനം ചെയ്താൽ, ഒരു ഇന്റഗ്രിറ്റി നോക്കിയാൽ, ഏതാണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് SFI ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടത് അധ്യാപക സംഘടനയിൽപ്പെട്ടവരാണെങ്കിലോ ഇവരുടെ ഘടകകക്ഷിപ്പെട്ട നേതാക്കന്മാർ പഠിപ്പിക്കുന്ന ക്യാമ്പസുകളിലാണെങ്കിലോ അത് പുറം ലോകം അറിയാൻ പാടില്ല എന്ന് ഇവിടെ കുറെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ 3 ഡിപ്പാർട്ട്മെന്റ് ഞാൻ സൂചിപ്പിച്ചല്ലോ, വെറ്റിനറി കോളേജ് ആണെങ്കിലും ജനറൽ മെഡിസിൻ ആണെങ്കിലും, ഇപ്പൊ ഈ അവസാന വിഷയം ഡെന്റൽ കോളേജിലാണ് സംഭവിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇവർ പഠനം കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായി ജോലി ചെയ്യാൻ ഈ കുട്ടികൾക്ക് കേരളത്തിൽ സാധിക്കുന്നുണ്ടോ? ഡോക്ടർ വന്ദന ശിവയുടെ കാര്യം നമ്മളൊക്കെ പറയണം. അതിനുള്ളിലെ പൊളിറ്റിക്സ് സൈലന്റായിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. ഇപ്പം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പലപ്പോഴും കളിയാക്കി പറയാറുണ്ടല്ലോ, അവര് അങ്ങനെയാണ്, അവരിങ്ങനെയാണ്. പക്ഷേ കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെ ഒന്ന് ജസ്റ്റ് താരതമ്യം ചെയ്തിട്ട് എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, നിലപാട് സ്വീകരിക്കുന്നതിൽ ഇരട്ടച്ചങ്ക പലപ്പോഴും ഓട്ടച്ചങ്കായി മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വന്ദനാശിവയുടെ കാര്യം, നമ്മൾ ഒരു ജൂനിയർ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന വിഷയം, അതിനെക്കുറിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അന്നത്തെ പരാമർശം നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്തവരാണ് അവർ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. അതായത് ഒരു കുട്ടി മരണപ്പെട്ട, ഒരു ഗുണ്ട ഒരു ആശുപത്രിക്കുള്ളിൽ കയറി ആക്രമിച്ചു കൊന്നാൽ ഇവരുടെ പരിശീലനത്തിലെ കുറവ് കൊണ്ടാണ് കുട്ടി കൊല ചെയ്യപ്പെട്ടതെന്നൊക്കെ ദൗർഭാഗ്യകരമായ പരാമർശങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണ് നമ്മൾ ആലോചിച്ച് നോക്കും. ആ കുട്ടികൾ പരസ്യമായി സമരം ചെയ്തില്ലേ? അവർ തെരുവിൽ നിന്ന് ഉറക്കെ വിളിച്ച് അവരുടെ മുദ്രാവാക്യം ആ കുട്ടികൾ വിളിച്ചു കൊടുത്തത് നമ്മുടെ ഓരോരുത്തരുടെ കാതുകൾ തുളയ്ക്കുന്നില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇത്തരം വിഷയങ്ങളെല്ലാം നിസ്സാരവൽക്കരിച്ച് പട്ടാപ്പകൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന സംസ്ഥാനമായി കേരളം, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഞാൻ ഈ ചുരുങ്ങിയ എന്റെ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചതിന് എത്ര ഇൻസിഡന്റ് ഉണ്ടെന്ന് നമ്മൾ ഈ LDFന്റെ പ്രതിനിധി ഉൾപ്പെടെ, അവതാരകൻ ഉൾപ്പെടെ, മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ഉൾപ്പെടെ ചിന്തിച്ചു നോക്കേണ്ടത്. അപ്പൊ ഇത് കേവലം ക്യാമ്പസുകളിൽ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടായാലോ അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഈ സെല്ലുകൾ പ്രവർത്തനക്ഷമം അല്ലാത്തത് കൊണ്ടോ മാത്രം സംഭവിക്കുന്നതല്ല. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും നാളെയും
കേരളത്തിൽ ഇത്തരം പ്രവണതകൾ തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട മനോരോഗ വിദഗ്ധനായ ഡോക്ടർ സൂചിപ്പിച്ചു, ഇതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പിന്തുണ ഇവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ആത്മഹത്യാ പ്രവണത ഒഴിവാക്കുവാൻ, മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ സാമൂഹികമായ പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളൊരു ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ സാമൂഹ്യ പിന്തുണ ഉറപ്പിക്കുന്ന കാര്യത്തിൽ നാം പരിപൂർണമായി പരാജയമായി. അതെ, വട്ടപൂജ്യമാണ്. സാമൂഹ്യ പരിഗണന അവർക്ക് ലഭിക്കുന്നില്ല, അവർക്ക് മാനസിക പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു